ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിനി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മോഷൻ ഇൻ വെർട്ടിക്കൽ സർക്കിൾ. വെർട്ടിക്കൽ സർക്കുലാർ മോഷൻ എന്ന് പറയും. വെർട്ടിക്കൽ സർക്കുലാർ മോഷൻ. അപ്പോൾ സർക്കുലാർ മോഷൻ, ഇപ്പോൾ നമ്മളൊരു സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് ഒരു സ്റ്റോൺ അങ്ങ് കെട്ടി, എന്നിട്ട് നമ്മൾ സ്ട്രിങ് പിടിച്ച് ഇങ്ങനെ കറക്കണം, ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ കറക്കുക എന്ന് പറയുമ്പോൾ അത് ഹൊറിസോണ്ടൽ സർക്കുലാർ മോഷനാണ്. ഹൊറിസോണ്ടൽ സർക്കിളാണ്. നമ്മൾ പറയുന്നത് വെർട്ടിക്കൽ സർക്കുലാർ മോഷനാണ്. അപ്പോൾ എങ്ങനെ ഇറക്കണം? ഇങ്ങനെ ഇറക്കണം. സ്ട്രിങ് പിടിച്ച് ഇങ്ങനെയാണ് കറങ്ങുന്നത്. ഓക്കെ, വെർട്ടിക്കൽ സർക്കുലാർ മോഷൻ. ഇങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ സർക്കുലാർ മോഷൻ. ഇതിപ്പം വെർട്ടിക്കൽ സർക്കുലാർ മോഷനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സർക്കുലാർ മോഷൻ നിങ്ങൾ എടുക്കുക. ഒരു വെർട്ടിക്കൽ സർക്കുലാർ മോഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കും, ഒരു സ്ട്രിങ്ങാണിത്. സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് ഒരു സ്റ്റോണ്, ഇവിടെ ഒരു സ്റ്റോൺ ഉണ്ട്. മാസ് എം ആണ്. സ്റ്റോണിൻ്റെ മാസ് എം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇതിനെ അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് നമ്മൾ സ്ട്രിങ് പിടിച്ച്, അത് ലോവസ്റ്റ് പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്, ഈ സ്റ്റോൺ ഉള്ളത്. അപ്പോൾ സ്ട്രിങ് പിടിച്ച് നമ്മൾ ഇറക്കുന്നു. അപ്പോൾ ഇത് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. വെലോസിറ്റി അപ്പോൾ ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഏതോ ഒരു ഇൻസ്റ്റൻറ്റിൽ ഇവിടെ എത്തിയെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ എത്തുമ്പോഴുള്ള അതിൻ്റെ വെലോസിറ്റി അപ്പോൾ ഈ പോയിന്റിൽ പോയിട്ട് അത് നിൽക്കുകയല്ല, ഈ പോയിന്റിലൂടെ ഇങ്ങനെ കടന്നു പോകണം. വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ഈ പോയിന്റിലൂടെ പോകുമ്പോൾ അതിനിങ്ങനെ ടാൻജൻ്റായിട്ട് ഒരു വെലോസിറ്റി ഉണ്ടാവും അല്ലേ, വെലോസിറ്റി. അപ്പോൾ ഈ പോയിന്റിലെത്തുമ്പോൾ സ്ട്രിങ് ഇങ്ങനെ വരും, സ്ട്രിങ് ഇങ്ങനെയായി മാറും. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ലോവസ്റ്റ് പോയിന്റിൽ നമ്മൾ ഫസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ വെലോസിറ്റിയാണ് യു. ഇനി ഇവിടെ എത്തുമ്പോൾ അത് ഈ പോയിന്റിലൂടെ കടന്നു പോകണം. അപ്പോൾ ഈ പോയിന്റിൽ എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് വി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി കാണാൻ പോവാണ്. ഈ ആംഗിൾ ഞാൻ എടുത്തു, തീറ്റ. അപ്പോൾ ഇത് കറങ്ങല്ലേ, നിങ്ങൾ പഠിച്ചത് സെൻട്രിപെറ്റൽ ഫോഴ്സ് പഠിച്ചില്ലേ? കറങ്ങണമെങ്കിൽ സെൻറ്ററിലേക്കൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം അല്ലേ? അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കറങ്ങാൻ പറ്റൂ. അപ്പോൾ സെൻറ്ററിലേക്കൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങനെയാണ് കിട്ടുക? ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഓക്കെ, ഇതിൽ താഴോട്ടേക്ക് ഇങ്ങനെ വരും, ഓക്കെ. ഈ ആംഗിൾ തീറ്റ ആകുമ്പോൾ ഇവിടെ ഈ ലൈന് ഞാൻ നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ടേക്ക് കോസ് തീറ്റ വരും, കോസ് തീറ്റ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ കോസ് തീറ്റ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ടേക്ക് നെ കമ്പോണൻ്റ് ആക്കുമ്പോൾ കോസ് തീറ്റ ഇങ്ങോട്ട് വരും, സൈൻ തീറ്റ ഇങ്ങോട്ട് വരും, സൈൻ തീറ്റ ഇങ്ങോട്ടും വരും അല്ലേ? കോസ് തീറ്റ സൈൻ തീറ്റ ഇങ്ങോട്ട് വരും. അപ്പോൾ അതാൾക്കട്ടെ, സൈൻ തീറ്റ ഇങ്ങോട്ട് വരും. അപ്പോൾ സൈൻ തീറ്റ എന്ത് ചെയ്യും? സൈൻ തീറ്റ അതിനെ താഴോട്ട് പിടിച്ച് വലിക്കും, ഇങ്ങോട്ട് തന്നെ പിടിച്ച് വലിക്കും അല്ലേ? ഓക്കെ, അതുകൊണ്ട് അത് മുകളിലേക്ക് പോകുന്തോറും അതിൻ്റെ സ്പീഡ് കുറയും. കാരണം സൈൻ തീറ്റ എന്ന് പറയുന്ന ഫോഴ്സ് അതിന് ഇങ്ങോട്ട് വലിക്കുകയാണ്. അപ്പോൾ മുകളിലേക്ക് പോകുന്തോറും അതിൻ്റെ സ്പീഡ് എന്തായി വരും? കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഇത് സ്ട്രിങ്ങിലൂടെ ഉണ്ടാകുന്ന ഫോഴ്സ് അല്ലേ? ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ഈ സ്ട്രിങ്ങിലൂടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, അതിൻ്റെ പേരാണ് ടെൻഷൻ അല്ലേ? അപ്പോൾ ഇത് കറങ്ങുന്ന നേരം ഇത് രണ്ടും തമ്മിൽ ടിയും കോസ് തീറ്റ ഉണ്ടല്ലോ, കോസ് തീറ്റ ഇത് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ ഉള്ളത്. ഇത് തമ്മിൽ ബാലൻസ് ആവില്ല. ഈ ഒബ്ജക്റ്റ് അവിടെ പോയിട്ട് നിൽക്കുകയാണെങ്കിൽ, അവിടെ പോയിട്ട് നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ അപ്പോൾ ആ ഒരു ഇൻസ്റ്റൻ്റ് നമുക്ക് വേണമെങ്കിൽ ഈക്വലാക്കിയത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതിങ്ങനെ കറങ്ങണമെങ്കിൽ സെൻറ്ററിലേക്ക് എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അപ്പോൾ ഈ രണ്ട് ഫോഴ്സും തമ്മിൽ ടിയും കോസ് തീറ്റയും തമ്മിൽ ഈക്വൽ ആവില്ല, ടി ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇവരുടെ റിസൾട്ടൻ്റ് ആയിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ടി കൂടി നിൽക്കുന്നത് ടു പ്രൊവൈഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. കാരണം ടി സെൻറ്ററിലേക്കല്ലേ സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണ്ടത്.
അപ്പോൾ ടി എം ജി കോസ് തീറ്റേനേക്കാൾ കൂടി നിൽക്കും ആര് ടി. അപ്പോൾ ഇവരുടെ റിസൾട്ടൻ്റ് എന്ത് വരും? റിസൾട്ടൻ്റ് ടി മൈനസ് എം ജി കോസ് തീറ്റ വരും അല്ലേ. ടി മൈനസ് എം ജി കോസ് തീറ്റ വരും റിസൾട്ടൻ്റ്. ടി മൈനസ് എം ജി കോസ് തീറ്റയാണ് റിസൾട്ടൻ്റ് വരിക. അപ്പോൾ ടി മൈനസ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് ചെയ്യുക. ഇനി ടി മൈനസ് എം ജി കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ സെൻറ്ററിലേക്കായിരിക്കും. റിസൾട്ടൻ്റ് ടി മൈനസ് എം ജി കോസ് തീറ്റയാണ് റിസൾട്ടൻ്റ്. ഈ രണ്ടെണ്ണത്തിൻ്റെ റിസൾട്ടൻ്റ് ടി മൈനസ് എം ജി കോസ് തീറ്റ. ടി മൈനസ് അതിൻ്റെ ഡയറക്ഷൻ സെൻറ്ററിലേക്കായിരിക്കും. കാരണം ടി അല്ലേ കൂടുതൽ, ടി ആണ് കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ കൂടുതലുള്ളതിൻ്റെ ഡയറക്ഷനിലായിരിക്കും റിസൾട്ടൻ്റ്. അപ്പോൾ ടി മൈനസ് എം ജി കോസ് തീറ്റ അതെങ്ങോട്ടായിരിക്കും? സെൻറ്ററിലേക്കായിരിക്കും. അതായിരിക്കും ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ ടി മൈനസ് എം ജി കോസ് തീറ്റ ആയിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ ടി മൈനസ് എം ജി കോസ് തീറ്റ ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എം വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ ടി മൈനസ് എം ജി കോസ് തീറ്റ പ്രൊവൈഡ്സ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് സെൻറ്ററിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഇത് കറങ്ങുന്നത്. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വെലോസിറ്റി അല്ലേ വി, യു. ഇവിടെയുള്ള വെലോസിറ്റി അല്ലേ വി. ഇനി നെക്സ്റ്റ് ഞാൻ ഇവിടെ എത്തുമ്പോഴുള്ള എൻ്റെ വെലോസിറ്റി കാണാൻ പോവാണ്. അപ്പോൾ ഇതിൽ ഈ ലെവൽ ഞാനിവിടെ റെഫറൻസ് ലെവലായി വെക്കുന്നു. ഈ ലെവൽ ഓക്കെ. അപ്പോൾ ഇതാണ് റെഫറൻസ് ലെവലിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? 0 ആണ്. അപ്പോൾ ഇത് റെഫറൻസ് ലെവലായി വെച്ചാൽ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. പക്ഷേ ഈ റെഫറൻസ് ലെവൽ ഈ പോയിന്റിലൂടെയല്ല, ഈ പോയിന്റിൽ പോകുന്ന വെലോസിറ്റി എത്ര? യു ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി വരിക ഹാഫ് എം യു സ്ക്വയർ വരും കൈനറ്റിക് എനർജി അല്ലേ. ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ ഈ പോയിന്റിലൂടെ കടന്നു പോവാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്. ഓക്കെ. ഇനി ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ റെഫറൻസ് ലെവൽ ഇങ്ങനെയല്ലേ? റെഫറൻസ് ലെവൽ മുതലല്ലേ നമ്മൾ ഹൈറ്റ് അളക്കുക. ഈ റെഫറൻസ് ലെവൽ മുതലാണ് ഹൈറ്റ് അളക്കണം. അപ്പോൾ ഇതാണ് ഹൈറ്റ്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, ഇവിടെ എത്തുമ്പോൾ ഈ പോയിന്റിൽ എത്തിയാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh വരും അല്ലേ. mgh. അപ്പോൾ ഇവിടെ സംഭവിക്കുക ഇങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചത്? കൈനറ്റിക് എനർജി എത്ര കുറയുന്നോ, അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി ഇല്ല, കൈനറ്റിക് എനർജി ഇല്ല എന്നല്ല, പൊട്ടൻഷ്യൽ എനർജി ഇല്ല സ്റ്റാർട്ടിങ്ങിൽ. കൈനറ്റിക് എനർജി എത്ര കുറയുന്നോ അത്രയും പൊട്ടൻഷ്യൽ എനർജി മുകളിലേക്ക് പോകുന്നതോറും പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. ഓക്കെ. അപ്പോൾ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി കുറയുക ചെയ്യുക. കാരണം ഇവിടെ വെലോസിറ്റി യു ആണ്, പിന്നെ അത് മുകളിലേക്ക് പോകുന്നതോറും ഈ ഫോഴ്സ് ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങോട്ട് വലിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മുകളിലേക്ക് പോകുന്നതോറും അതിൻ്റെ സ്പീഡ് കുറയുന്നേരം കൈനറ്റിക് എനർജി കുറയും. അപ്പോൾ കൈനറ്റിക് എനർജി മുകളിലേക്ക് പോകുന്നതോറും കുറഞ്ഞു വരും. അപ്പോൾ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി ആയിരിക്കും ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എത്ര കുറയുന്നോ അത്രയും പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. അപ്പോൾ കൈനറ്റിക് എനർജി എത്ര കുറയും? കൈനറ്റിക് എനർജി ഇവിടെ എത്രയാണ്? ഹാഫ് എം യു സ്ക്വയർ, ഇവിടെ ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ കൈനറ്റിക് എനർജി എത്ര കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് ഇത് ഹാഫ് എം യു സ്ക്വയർ മൈനസ് ഹാഫ് എം വി സ്ക്വയർ. അതാണ് ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ഡിക്രീസ് അല്ലേ ഇൻ കൈനറ്റിക് എനർജിയാണ് ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ. അപ്പോൾ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഹാഫ് എം യു സ്ക്വയർ സ്റ്റാർട്ടിങ് ഡിക്രീസ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. ഹാഫ് എം യു സ്ക്വയർ മൈനസ് ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഈ ലെവലിൽ സ്റ്റാർട്ടിങ് ലെവലിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 0. പിന്നെ ഇവിടെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താവും? mgh ആവും. അപ്പോൾ 0 എന്നുള്ളത് mgh ആയി മാറും. അപ്പോൾ ഇൻക്രീസ് എത്രയാണ്? 0 മുതൽ പൊട്ടൻഷ്യൽ എനർജി 0 ആദ്യം 0യിൽ നിന്ന് mghലേക്ക്. അപ്പോൾ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 0 to mgh എന്ന് പറയുമ്പോൾ mgh. അപ്പോൾ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ mgh. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എം ക്യാൻസൽ ആവും അല്ലേ. ഇവിടുന്ന് എം പുറത്തെടുത്താൽ ആ എമ്മും ഈ എമ്മും തമ്മിൽ ക്യാൻസൽ ആവും. ഓക്കെ. അപ്പോൾ ഇതിൽ യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ, ഇവിടെ രണ്ടിലും ഡിനോമിനേറ്ററിൽ 2 ഇല്ലേ? ഡിനോമിനേറ്ററിൽ 2, അപ്പോൾ ഓൾ ഡിവൈഡ് ബൈ 2 ആണ്. ആ 2 അവിടെ പോയാൽ 2gh ആവും. ഓക്കെ. ഇനി ഞാനിവിടെ എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. എച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നമ്മൾ? ഈ ആംഗിൾ തീറ്റ ആണല്ലോ. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഇത് റേഡിയസ് അല്ലേ, ഇതിൻ്റെ റേഡിയസ് അല്ലേ ഇത്, ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ എച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരിക അല്ലേ. അപ്പോൾ ഞാൻ ഈ സൈഡ് കാണുകയാണേ, ഈ സൈഡ് തൽക്കാലം നിങ്ങളൊരു എ എന്നങ്ങനെ എടുക്കും, എ. അപ്പോൾ ഇതിൽ നിന്ന് ഈ സൈഡ് R അല്ലേ റേഡിയസ്. അപ്പോൾ ഇതിൽ നിന്ന് കോസ് തീറ്റ എന്ത് വരും? കോസ് തീറ്റ ഈക്വൽ ടു
അല്ലേ? കോസ് തീറ്റ ഈക്വൽ ടു എന്ത് വരും? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ A/R വരും. A/R. അപ്പോൾ A ഈക്വൽ ടു R കോസ് തീറ്റ വരും. A ഈക്വൽ R കോസ് തീറ്റ വരും. A എന്ന് പറയുമ്പോൾ ഇതാണ്. A ഈക്വൽ R കോസ് തീറ്റ കിട്ടി. നമുക്ക് വേണ്ടത് ഈ H ആണ്. ഈ ടോട്ടൽ എത്രയാണ്? ഇത് 6 ആണ്. ഈ ടോട്ടൽ 6 ആണ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ H. ഇതാണ് H. ഇതാണ് H. അപ്പോൾ H എന്ത് വരും? H ഈക്വൽ ടു H എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? അപ്പോൾ ഇത് ടോട്ടൽ 6. അപ്പോൾ R മൈനസ് A വരും. R മൈനസ് A ആയിരിക്കും H. അപ്പോൾ H ഈക്വൽ ടു R മൈനസ് A ആയിരിക്കും അല്ലേ? ഇത് R, ഇത് A. അപ്പോൾ ഇത് R മൈനസ് A അതായിരിക്കും H. സോ R മൈനസ് A എന്ന് പറയുമ്പോൾ എത്രയാണ്? R കോസ് തീറ്റ. A എന്ന് പറയുമ്പോൾ R കോസ് തീറ്റ. സോ H ഈക്വൽ ടു എന്ത്? ഇവിടുന്ന് 6 പുറത്തെടുക്കുക അല്ലേ? 6 പുറത്തെടുത്താൽ 1 മൈനസ് കോസ് തീറ്റ വരും. അപ്പോൾ H ഈക്വൽ ടു R ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ അതിൽ കൊടുക്കുക. അപ്പോൾ U² മൈനസ് V² ഈക്വൽ ടു 2GH. H എത്രയാണ്? H ഈക്വൽ R ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ Hൻ്റെ സ്ഥാനത്ത് R ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ വരും. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് V² എന്തിൽ മൈനസ് V² അപ്പുറം പോട്ടെ. അപ്പോൾ പ്ലസ് ആയി. ഇതിപ്പുറം വരട്ടെ. അപ്പോൾ U² മൈനസ് 2GR ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. U² മൈനസ് 2GR ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇത് ഈ ലെഫ്റ്റിലേക്ക് വന്നു. അപ്പോൾ അത് മൈനസ് ആയി. ഈക്വൽ ടു എന്ത് വരും? മൈനസ് V² അപ്പുറം പോട്ടെ. അപ്പോൾ V². അപ്പോൾ ഈക്വൽ ടു V² ആവും. അപ്പോൾ V² ഇങ്ങനെ വരും. V². അപ്പോൾ V എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് അല്ലേ? റൂട്ട് ഓഫ് U² മൈനസ് 2GR ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇതായിരിക്കും ഈ പോയിന്റിലെത്തും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള വെലോസിറ്റിയാണ് U. മുകളിലേക്ക് പോകുന്തോറും സ്പീഡ് കുറഞ്ഞു ഏതോ ഒരു പോയിന്റിൽ എന്ന് പറഞ്ഞാൽ ആംഗിൾ തീറ്റയായി. അപ്പോൾ ഈ പോയിന്റിലെത്തുമ്പോഴുള്ള സ്പീഡാണ് V. ആ V കണ്ട ഫോമുല ചെയ്തു. ഓക്കെ. ഇനി ഈ V ഉപയോഗിച്ച് നമുക്ക് ഈ ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പോയിന്റിലെത്തുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്ട്രിങ്ങിലൂടെ ഉണ്ടാകുന്ന ഫോഴ്സാണ് ടെൻഷൻ അല്ലേ? ആ ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിക്കോ. അപ്പോൾ T ഈക്വൽ ടു എന്ത് വരും? mg കോസ് തീറ്റ അല്ലേ? മൈനസ് mg കോസ് തീറ്റ അപ്പുറം പോയി പ്ലസ് ആയി. പ്ലസ് ഇത് റൈറ്റ് സൈഡിലേക്ക് എടുത്തു. ഓക്കെ. പ്ലസ് mv²/r. അപ്പോൾ m ഇൻറ്റു V² ആണ്. ഇത് V ആണ്. V² എന്ന് പറയുമ്പോൾ ഇവിടെയുണ്ട് V². ഈ സാധനം എടുത്ത് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. U² മൈനസ് 2GR ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ അല്ലേ? ഡിവൈഡ് ബൈ എന്താണ്? mv²/r. V²ൻ്റെ സ്ഥാനത്ത് ഇത് കൊടുത്തു. അപ്പോൾ mv²/r. അപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? ഈ വെർട്ടിക്കൽ സർക്കുലർ മോഷനിൽ ഏറ്റവും താഴെ ലോവർ മോസ്റ്റ് പോയിന്റിൽ നമ്മൾ ഫസ്റ്റ് അതിനെ കറക്കുന്ന സമയത്ത് ഫസ്റ്റ് അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് U. ഓക്കെ. മുകളിലേക്ക് പോകുന്നതോറും സ്പീഡ് കുറയും. അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ ഈ തീറ്റ ആംഗിൾ ആകുമ്പോൾ ഏതോ ഒരു പോയിന്റിലുള്ള സ്പീഡ് കാണേണ്ട ഫോമുല നമ്മൾ കണ്ടു. പിന്നെയോ ഈ സ്ട്രിങ്ങിലുണ്ടാകുന്ന ടെൻഷൻ കാണേണ്ട ഫോമുല. ഈ 2 ഫോമുല ഉപയോഗിച്ചാണ് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 2 ഫോമുല ഓർമ്മിക്കുക. അപ്പോൾ ഈ ഫോമുലാസ് മാത്രം ഒന്ന് ഞാൻ മാറ്റി എഴുതുകയാണ്. സ്പീഡ് കാണേണ്ട ഇക്വേഷനാണ് സ്പീഡ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, ഏതോ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള സ്പീഡ് കാണേണ്ട ഫോമുല ഇത്. ഈ സ്റ്റാർട്ടിങ്ങിലുള്ള സ്പീഡാണ് U, ലോവർ മോസ്റ്റ് പോയിന്റിൽ. പിന്നെ ഏതോ ഒരു പോയിന്റിൽ എത്തുമ്പോഴുള്ള സ്പീഡാണ് V. അപ്പോൾ ഉള്ള ടെൻഷനാണ് T. ഓക്കെ. അപ്പോൾ സ്പീഡിൻ്റെ ഫോമുല V ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് U² മൈനസ് 2GR ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇതാണ് സ്പീഡിൻ്റെ ഫോമുല. പിന്നെ ഈ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷൻ ഈക്വൽ എന്താ കിട്ടിയത്? mg കോസ് തീറ്റ പ്ലസ് m ഇൻറ്റു U² മൈനസ് 2GR ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ R ഇങ്ങനെയാണുള്ളത്.
ഓക്കെ. ഇനി നമ്മൾ നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഈ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ്റെ ഒരു പ്രത്യേകത, ഇപ്പം നമ്മളിപ്പോൾ ഒരു ബോഡി ഇങ്ങനെയല്ലേ, സർക്കുലർ മോഷൻ ഇങ്ങനെയല്ലേ ഇവിടുന്ന്. അപ്പോൾ നമ്മളൊരു ഇങ്ങനെ ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് ഒരു സ്റ്റോൺ ഉണ്ട്. അപ്പോൾ നമ്മൾ പിടിച്ച് തിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ തിരിക്കുന്ന സമയത്ത് ഈ സ്റ്റോൺ ഇങ്ങനെ പോയിട്ട് ഇവിടം വരെ പോയിട്ട് ചിലപ്പോൾ അങ്ങ് തിരിച്ചും പോരും. ഓക്കെ. അപ്പോൾ കുറച്ചുകൂടി സ്പീഡ് കൂട്ടിയിട്ട് അതിനെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യും ചിലപ്പോൾ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത്ര സ്പീഡിലൊന്നും നല്ല തിരിക്കുന്നെങ്കിലും എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ട്രിങ് പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഇവിടം വരെ അങ്ങ് പോയിട്ട് അങ്ങ് തിരിച്ചും പോരുമല്ല. ഓക്കെ. അതിൻ്റെ അർത്ഥം എന്നാ, ഈ ലോവർ മോസ്റ്റ് പോയിന്റിൽ ഒരു പർട്ടിക്കുലർ സ്പീഡ് വേണം. ഒരു പർട്ടിക്കുലർ സ്പീഡ് നമ്മൾ ഫസ്റ്റ് ലോവർ മോസ്റ്റ് പോയിന്റിൽ കൊടുത്താലേ അതിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ സ്പീഡ് അതിനേക്കാൾ കുറവാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ അങ്ങ് പോയിട്ട് ഇങ്ങ് പോരും, തിരിച്ചും വരും. അപ്പോൾ ഈ ലോവർ മോസ്റ്റ് പോയിന്റിൽ ഒരു പർട്ടിക്കുലർ സ്പീഡ് വേണം. ആ സ്പീഡോ അതിനേക്കാൾ കൂടുതൽ സ്പീഡോ വേണം. എവിടെ? ലോവർ മോസ്റ്റ് പോയിന്റിൽ. എന്നാലേ അതിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ അതിനേക്കാൾ സ്പീഡ് കുറവാണെങ്കിൽ ഇത് ഒരു പോയിന്റ് വരെ പോയിട്ട് തിരിച്ചിങ്ങ് പോരുക ചെയ്യുക. കാരണം മുകളിലേക്ക് പോകുന്നതോറും സ്പീഡ് കുറഞ്ഞ് നിങ്ങൾ ആലോചിക്കുക, ഇവിടെ സ്പീഡുണ്ട്. അപ്പോൾ മുകളിലേക്ക് പോകുന്നതോറും സ്പീഡ് കുറഞ്ഞ് ചിലപ്പോൾ സ്പീഡ് 0 ആകാൻ ചാൻസ് ഇല്ലേ. ആ 0 ആകുന്ന പോയിന്റിൽ നിന്ന് അത് ചിലപ്പോൾ തിരിച്ചും പോരൂലേ. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവിടെ എത്ര സ്പീഡ് വേണം. അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ സ്പീഡ് വേണം ലോവർ മോസ്റ്റ് പോയിന്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാലേ ഇതിന് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ, ഈ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ അത് പോകും, എന്നിട്ട് അവിടുന്ന് പിന്നെ തിരിച്ചും വരിക ചെയ്യുക. അപ്പോൾ ഇവിടെ എത്ര സ്പീഡ് വേണം, ഓക്കെ, അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സർക്കുലർ മോഷനിൽ നിങ്ങൾ നോക്കൂ, ഈ ആംഗിളല്ലേ നമ്മൾ തീറ്റ എടുത്തത്, ഈ ആംഗിളാണ് തീറ്റ എടുത്തത്. അപ്പോൾ ഈ ലൈന് അപ്പോൾ ഇതിങ്ങനെ ഒബ്ജക്റ്റ് ഇങ്ങനെ കറങ്ങിയാൽ ഇവിടെ എത്തിയാൽ ഇതല്ലേ തീറ്റ, ഈ ലൈന് മുതലുള്ള ഈ ആംഗിളല്ലേ തീറ്റ, ഇതാണ് തീറ്റ. ഓക്കെ. അപ്പോൾ അങ്ങോട്ട് പോകും തോറും എന്താവും, അങ്ങോട്ട് പോകും തോറും ഈ തീറ്റ ഇങ്ങനെ കൂടി വരും അല്ലേ. അപ്പോൾ ഇവിടെ എത്തിയാൽ ഏതാ തീറ്റ, ഈ ലൈന് മുതൽ, ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ലൈൻ ഇതാണ്, ഈ ലൈന് മുതലാണ് നിങ്ങൾ തീറ്റ അളക്കണ്ട. അപ്പോൾ ഇതാ തീറ്റ, ഈ ലൈന് മുതൽ ഇവിടെ വരെ വരും തീറ്റ. അപ്പോൾ ഇത് കറങ്ങി ഇവിടെ എത്തിയാൽ ഇപ്പോൾ ഇങ്ങനെയാവും അല്ലേ. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് തീറ്റ. അപ്പോൾ തീറ്റ 180 ഡിഗ്രി ആവും. ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ തീറ്റ 180 ഡിഗ്രി ആവും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ തീറ്റ 0 എടുക്കുക, ഈ ലോവസ്റ്റ് പോയിന്റിൽ തീറ്റ 0, പിന്നെ അങ്ങോട്ട് പോകുന്നതോട് തീറ്റ കൂടി തീറ്റ കൂടി ഇവിടെ എത്തുമ്പോൾ തീറ്റ 180 ആയി, ആ രൂപത്തിൽ വരും. അങ്ങനെയാണ് ഈ മിഡ് പോയിന്റിലെത്തുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ വരും. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ, അപ്പോൾ തീറ്റ 90. അപ്പോൾ ഇവിടെ തീറ്റ 0 എടുക്കുക, സ്റ്റാർട്ടിങ്ങിൽ തീറ്റ 0, പിന്നെ ഇത് പോകുന്നതോറും തീറ്റ ഇൻക്രീസ് ചെയ്ത് ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ തീറ്റ 180 ആവും. അപ്പോൾ തീറ്റ 0 അല്ല, മനസ്സിൽ വെച്ചോളെ, തീറ്റ 0 ഉദ്ദേശിക്കുന്നത് ലോവസ്റ്റ് പോയിന്റ്, തീറ്റ 90 ഉദ്ദേശിക്കുന്നത് ഇവിടെ എത്തുമ്പോഴാണ് തീറ്റ 90 ആവുക. തീറ്റ 180 എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ അവിടെ വരെ, തീറ്റ 180 എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് പോയിന്റാണ്. അപ്പോൾ 180 ഡിഗ്രി ആവും, തീറ്റ 180 ഡിഗ്രി ആവും. ഓക്കെ. അപ്പോൾ അറ്റ് ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ തീറ്റ 180 ഡിഗ്രിയാണ്. ഹയസ്റ്റ് പോയിന്റിൽ തീറ്റ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഞാൻ ടെൻഷൻ കാണുന്നു, ടെൻഷൻ അറ്റ് ഹയസ്റ്റ് പോയിന്റ്, ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. അപ്പോൾ ടി എച്ച് എന്ന് കൊടുക്കാൻ കാരണം ഹയസ്റ്റ് പോയിന്റ് ആയതുകൊണ്ട് ടെൻഷൻ ഇൻ ദ സ്ട്രിങ് അറ്റ് ഹയസ്റ്റ് പോയിന്റ് എത്ര വരും, ഹയസ്റ്റ് പോയിന്റിൽ തീറ്റ എത്രയാണ്, 180. അപ്പോൾ എം ജി കോസ് 180 ഡിഗ്രി വരും, കാരണം തീറ്റ 180 ഡിഗ്രി അല്ലേ. ഓക്കെ. പ്ലസ് എം ഇൻറ്റു യു സ്ക്വയർ മൈനസ് 2GR ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ 180 ഡിഗ്രി ഡിവൈഡ് ബൈ ആർ. ഓക്കെ. അപ്പം ടെൻഷൻ അറ്റ്, അപ്പോൾ എം ജി കോസ് 180 -1, അപ്പോൾ എം ജി ഇൻറ്റു കോസ് 180 -1 അല്ലേ, അപ്പോൾ മൈനസ് എം ജി ആവും, ഇത് മൈനസ് എം ജി ആവും. പ്ലസ് എം ഇൻറ്റു യു സ്ക്വയർ മൈനസ് 2GR, ഇത് കോസ് 180 -1, അപ്പോൾ മൈനസ് -1 എന്ന് പറഞ്ഞാൽ +1 അല്ല, ഇത് -1, അപ്പോൾ -1 +1, അപ്പോൾ 1 + 1 എന്ന് പറയുമ്പോൾ 2 വരും, അവിടെ 2 വരും, ഇവിടെ 2 വരും,
ബൈ ആർ ഓൾ ഡിവൈഡ് ബൈ ആർ അല്ലേ, ഇങ്ങനെ. സോ മൈനസ് എം ജി പ്ലസ് എം ഇൻറ്റു യു സ്ക്വയർ മൈനസ് 4GR ആവും, 4GR ഡിവൈഡ് ബൈ ആർ ആവും. ഓക്കെ, ഇതാണ് ടെൻഷൻ അറ്റ് ഹയസ്റ്റ് പോയിൻറ്റ്. ഹയസ്റ്റ് പോയിൻ്റിൽ എത്തുമ്പോൾ സ്ട്രിങ് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇതിനെ നമ്മൾ കറങ്ങാണ്, ഇത് കറക്കുകയാണ് അല്ലേ, ഇങ്ങനെയാണ് സ്ട്രിങ് ഉള്ളത്, ഇവിടെ മാസും. അപ്പോൾ ഇത് കറങ്ങി കറങ്ങി ഹയസ്റ്റ് പോയിൻ്റ്, അപ്പോൾ ഇത് കറങ്ങി 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 ഹയസ്റ്റ് പോയിൻ്റിലെത്തി. അപ്പോൾ മാസ് ഇവിടെ എത്തി, ഹയസ്റ്റ് പോയിൻ്റിലെത്തി. ഓക്കെ, ഞാൻ ലോവസ്റ്റ് പോയിൻറ്റും ഹയസ്റ്റ് പോയിൻറ്റും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് തരാം. ഇപ്പോൾ ഇതിപ്പോൾ ലോവസ്റ്റ് പോയിൻ്റിലാണെങ്കിൽ ലോവസ്റ്റ് പോയിൻ്റിലാണെങ്കിൽ എം ജി താഴോട്ട്, ടെൻഷൻ മേലോട്ട്, ടെൻഷൻ ഇൻ ദ സ്ട്രിങ് മേലോട്ട്. ഇത് കറങ്ങണമെങ്കിൽ സെൻറ്റർ, അപ്പോൾ ഇത് കറങ്ങുന്ന കേസ് നമ്മൾ പറഞ്ഞു. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അർത്ഥം എന്താ? ജസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അർത്ഥം ഇത് രണ്ട് ഈക്വലാണ്. ടി ഈക്വൽ എം ജി, ഇങ്ങനെ ഒരു സ്ട്രിങ്ങിൻ്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ടി ഈക്വൽ എം ജി ആണ്. പക്ഷേ ഇത് നമ്മൾ കറക്കുകയാണെങ്കിൽ, അപ്പോൾ കറങ്ങണമെങ്കിൽ എന്ത് വേണം? കറങ്ങണമെങ്കിൽ സെൻറ്ററിലേക്ക് എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. സെൻറ്ററിലേക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണ്ടേ? അപ്പോൾ എന്ത് സംഭവിക്കും? ലോവസ്റ്റ് പോയിന്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അപ്പോൾ കറങ്ങണമെങ്കിൽ സെൻറ്ററിലേക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം, സെൻറ്ററിലേക്ക്. അപ്പോൾ സെൻറ്ററിലേക്കുള്ള ഫോഴ്സ് ഏതാ? ടെൻഷനാണ്. അപ്പോൾ ടെൻഷൻ എം ജിനേക്കാൾ കൂടി നിൽക്കും. വെർട്ടിക്കൽ സർക്കിളിൽ കറങ്ങുന്ന നേരം ടെൻഷൻ എം ജിനേക്കാൾ കൂടി നിൽക്കും. എന്നിട്ട് ഇവരുടെ റിസൾട്ടൻ്റ് എത്രയാണ്? അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനില്ല. അപ്പോൾ ടി മൈനസ് എം ജി ആയിരിക്കും ഇവരുടെ റിസൾട്ടൻ്റ്. അത് ഇതാണ് റിസൾട്ടൻ്റ് വരിക, ടി മൈനസ് എം ജി. അത് സെൻറ്ററിലേക്കായിരിക്കും, കാരണം ടി ആയിരിക്കും കൂടുതൽ, കറങ്ങുന്ന നേരം ടി കൂടി നിൽക്കും. വെർട്ടിക്കൽ സർക്കിളിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ടി കൂടി നിൽക്കും അറ്റ് ലോവർ മോസ്റ്റ് പോയിൻറ്റ്. അപ്പോൾ റിസൾട്ടൻ്റ് വരിക ടി മൈനസ് എം ജി. ഈ ടി മൈനസ് എം ജി ആണ് റിസൾട്ടൻ്റ്. അത് സെൻറ്ററിലേക്കായിരിക്കും, കാരണം സെൻറ്ററിലേക്കാവാൻ കാരണം ടി ആണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ടി മൈനസ് എം ജി ആയിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള വെലോസിറ്റി എന്താണ്? അപ്പോൾ എം വി സ്ക്വയർ ബൈ ആർ എന്താണ് വെലോസിറ്റി എന്താണ്? അത് കൊടുക്കുക അപ്പോൾ ടി മൈനസ് എം ജിക്ക്. ഇവിടെയാണെങ്കിൽ എം ജി ടി മൈനസ് എം ജി അല്ല. ഈ സ്ഥലത്തെത്തുമ്പോൾ ടി ഇങ്ങനെയും പിന്നെ ഇതിനെ കമ്പോണൻ്റ് ആക്കണം. എം ജിനെ കമ്പോണൻ്റ് ആക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ലോവർ മോസ്റ്റ് പോയിന്റിലുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ടി ഇങ്ങോട്ടും എം ജി കോസ് തീറ്റയാണ് ഇങ്ങോട്ട് വരിക. അപ്പോൾ ടി മൈനസ് എം ജി കോസ് തീറ്റ ആയിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ്. ലോവർ മോസ്റ്റ് പോയിന്റിലാകുമ്പോൾ ടി മൈനസ് എം ജി ആയിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇതേ സംഭവം ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ഈ ഒബ്ജക്റ്റ് ഇതിങ്ങനെ കറങ്ങി ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ഇതിങ്ങനെ പോവാണ്. ഓക്കെ, ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പം നൂലെങ്ങനെയാണ് ഉണ്ടാവുക? സ്ട്രിങ് ഉണ്ടാവുക ഇങ്ങനെയല്ലേ? ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ഇങ്ങനെയല്ലേ ഉണ്ടാവുക? അപ്പോൾ ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ഇങ്ങനെയാണ് ടെൻഷൻ ഉണ്ടാവുക അല്ലേ? ടി എച്ച് ഈ സ്ട്രിങ്ങിലൂടെ. അപ്പോൾ ലോവസ്റ്റ് പോയിന്റിൽ ടെൻഷൻ ഇങ്ങനെ വരും സെൻറ്ററിലേക്ക്, ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ടെൻഷൻ ഇങ്ങനെ വരും. പിന്നെ ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ എം ജിയും താഴോട്ടായിരിക്കും അല്ലേ? എം ജിയും ഇങ്ങനെയല്ലേ വരിക ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിൽ ഈ എം ജി എന്ന് പറയുന്ന സംഭവം എന്തായിട്ടുണ്ടാവുമല്ലോ? ഹയസ്റ്റ് പോയിന്റിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഹയസ്റ്റ് പോയിന്റിൽ ഈ ടെൻഷൻ 0 ആയാലും പ്രശ്നമില്ല, ടി എച്ച് 0 ആയാലും പ്രശ്നമില്ല. ഹയസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കണേ. ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ ഈ ടെൻഷൻ 0 ആയാലും എം ജി എങ്ങോട്ടുണ്ട്? എം ജി സെൻറ്ററിലേക്ക് ഉണ്ടല്ലോ, ഈ സെൻറ്ററിലേക്ക് എം ജി ഉണ്ടല്ലോ. അപ്പോൾ എം ജി തന്നെ സെൻറ്ററിലേക്കുള്ള ഫോഴ്സ് അല്ലേ സെൻട്രിപെറ്റൽ ഫോഴ്സ്. പക്ഷേ ലോവസ്റ്റ് പോയിന്റിൽ അങ്ങനെയല്ല. ലോവസ്റ്റ് പോയിന്റിൽ ടെൻഷൻ മേലോട്ടും എം ജി താഴോട്ടും. അപ്പോൾ ഇവരുടെ റിസൾട്ടൻ്റ് എടുക്കണം ടി മൈനസ് എം ജി ആയിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ എം ജിയും താഴോട്ടാണ്, ഈ ടെൻഷനും സെൻറ്ററിലേക്കാണ്, രണ്ടും ഇങ്ങനെ വരും. അപ്പോൾ ടെൻഷൻ നിങ്ങൾ വിചാരിക്കും സപ്പോസ് ടെൻഷൻ ഈസ് 0. അപ്പോൾ എം ജി അങ്ങോട്ടുണ്ട്, എം ജി സെൻറ്ററിലേക്ക് ഉണ്ടല്ലോ. അപ്പോൾ സെൻറ്ററിലേക്കുള്ള ഫോഴ്സാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ ഇവിടെ എം ജി തന്നെ സെൻറ്ററിലേക്ക് ഉണ്ടാവും. അപ്പോൾ എം ജി തന്നെ എന്തായിട്ട് ആക്ട് ചെയ്യും? സെൻട്രിപെറ്റൽ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ എം ജി ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ്, കാരണം എം ജി സെൻറ്ററിലേക്കാണ് ഉള്ളത്. അപ്പോൾ എം ജി ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് ചെയ്താൽ ടെൻഷൻ ഇല്ലെങ്കിൽ
അപ്പോൾ ഇവിടെ ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ ടെൻഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ടെൻഷൻ TH. അപ്പോൾ ടെൻഷനും എം ജിയും എങ്ങോട്ടാ? സെൻറ്ററിലേക്ക്. അപ്പോൾ ടെൻഷനും ഉണ്ട് എം ജി ഉണ്ട്. അപ്പോൾ ടെൻഷനും എം ജിയും സെൻറ്ററിലേക്ക്. അപ്പോൾ ടെൻഷൻ പ്ലസ് എം ജിയാണ് വരിക. കാരണം ഒരേ ഡയറക്ഷനല്ലേ ഇവിടെ വരിക. ഇവിടെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് T മൈനസ് എം ജി എടുത്തത്. അപ്പോൾ ഇവിടെ ടെൻഷനും എം ജി. അപ്പോൾ ടെൻഷൻ പ്ലസ് എം ജി ആയിരിക്കും ഈക്വൽ ടു, അതാണ് സെൻറ്ററിലേക്ക് എന്ന് പറഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹയസ്റ്റ് പോയിന്റിൽ എത്തിയാൽ ഇപ്പം ടെൻഷൻ നിങ്ങൾ 0 എടുത്ത് വിചാരിച്ചോ. അപ്പോൾ എം ജി ഈക്വൽ ടു, എം ജി സെൻറ്ററിലേക്ക് ഉണ്ടല്ലോ, അപ്പോൾ എം ജി ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇനി ടെൻഷൻ ഉണ്ടെങ്കിലോ, ടെൻഷൻ പ്ലസ് എം ജി ആണ്, ടെൻഷൻ എം ജി ആഡ് ചെയ്യുക, ടെൻഷൻ പ്ലസ് എം ജി ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത് ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ടെൻഷൻ TH 0 ആയി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിലോ എം ജി വിൽ ആക്ട് ആസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. കാരണം എം ജി ഉണ്ടാവുക സെൻറ്ററിലേക്ക്. അപ്പോൾ എം ജി വിൽ ആക്ട് ആസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇനി ടെൻഷൻ 0 അല്ല, ടെൻഷൻ ഉണ്ട്, 0 അല്ല എന്ന് പറഞ്ഞാൽ 0 ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ എന്താവും? അതിൻ്റെ അർത്ഥം ടെൻഷൻ ഉണ്ട്. അപ്പോൾ ടെൻഷൻ പ്ലസ് എം ജി രണ്ടും കൂടി എന്തായിട്ട് ആക്ട് ചെയ്യും? രണ്ടും കൂടി സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ അർത്ഥം ഹയസ്റ്റ് പോയിന്റിൽ ടെൻഷൻ 0 ആണെങ്കിൽ എം ജി സെൻറ്ററിലേക്ക് ഉണ്ടാവും. അപ്പോൾ സെൻറ്ററിലേക്കാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ എം ജി ആയിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇനി ടെൻഷൻ 0 അല്ല എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0, ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ടെൻഷനും ഉണ്ട് എം ജിയും ഉണ്ട്. അപ്പോൾ ടെൻഷൻ പ്ലസ് എം ജി, കാരണം രണ്ടും ഒരേ ഡയറക്ഷൻ സെൻറ്ററിലേക്ക് വരും. അപ്പോൾ പിക്ചർ വരച്ച് കാണിച്ചു തന്നല്ലോ, അത് ടെൻഷൻ പ്ലസ് എം ജി ആയിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതായത് ഹയസ്റ്റ് പോയിന്റിൽ ടെൻഷൻ എന്തൊക്കെ ആവാം? വേണമെങ്കിൽ എന്തൊക്കെ ആവാം? 0 ആവാം. ടെൻഷൻ്റെ കാര്യമാണ് പറയുന്നത്. ടെൻഷൻ 0 ആവാം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആവാം. ഓക്കെ, ടെൻഷൻ 0 ആവാം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആവാം. അപ്പോൾ അറ്റ് ഹയസ്റ്റ് പോയിന്റ് അവിടെയുള്ള ടെൻഷൻ 0 ആവാം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആവാം. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവാം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആവാം, 0നേക്കാൾ ഗ്രേറ്റർ ആവാം. ഓക്കെ, റെഡി? ഓക്കെ, അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ അപ്പോൾ എന്ത് വരും? മൈനസ് എം ജി പ്ലസ് എം ഇൻറ്റു U² മൈനസ് 4GR ഡിവൈഡ് ബൈ R. ഓക്കെ, ഈ ടെൻഷൻ എന്താവാന്ന് ഞാൻ പറഞ്ഞത്? 0 ആവാം ഗ്രേറ്റർ ദാൻ 0 ആവാം. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? ടെൻഷൻ ഇങ്ങനെ ആവാന്നല്ലേ പറയുന്നത് ഹയസ്റ്റ് പോയിന്റിൽ. ഓക്കെ, അപ്പോൾ ടേക്ക് മൈനസ് എം ജി റൈറ്റ് സൈഡ്. സോ എം ഇൻറ്റു U² മൈനസ് 4GR divided by R, okay, equal to minus mg, take that side. So minus mg become plus mg. So m and m cancel. Take R right side. Okay, അപ്പോൾ ഇതെന്തായി? U² minus 4GR, U² minus 4GR. You take this R right side. അപ്പോൾ R right side എടുത്താൽ ഇത് GR ആവും. GR now. ഓക്കെ, അങ്ങനെയാണെങ്കിൽ U² ഈക്വൽ ടു, അല്ല ഇവിടെ സിമ്പിൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നല്ലേ? അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു GR. ഈ R റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ, അപ്പോൾ R റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ GR ആയി. അപ്പോൾ U² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ മൈനസ് 4GR റൈറ്റ് സൈഡിൽ എടുത്താൽ പ്ലസ് 4GR ആവും അല്ലേ? അപ്പോൾ ഇവിടെ ഒരു GR ഉണ്ട്. അപ്പോൾ GR പ്ലസ് 4GR, അപ്പോൾ 5GR ആവും അല്ലേ? ഇത് റൈറ്റ് സൈഡിലേക്ക് പോയി, 4GR റൈറ്റ് സൈഡിലേക്ക് പോയി, അപ്പോൾ പ്ലസ് ആയി. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു GR ഉണ്ട്. അപ്പോൾ GR പ്ലസ് 4GR 5GR ആയി. അപ്പോൾ U² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5GR. എന്താ മനസ്സിലായേ? അതായത് U² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5G. U എന്ന് പറയുന്നത് ഈ പിക്ചറിൽ U എന്ന് പറയുന്നത്, അപ്പോൾ U ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ സ്ക്വയർ ഉണ്ടല്ലോ, സ്ക്വയർ ഒഴിവാക്കുമ്പോൾ √5GR. U ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √5GR. അത് U എന്ന് പറയുന്നത് എവിടെയുള്ള സ്പീഡാണ്? U എന്ന് പറയുന്നത് ഏറ്റവും ഇതാ നോക്ക്, പിക്ചർ നോക്ക്, ഏറ്റവും ലോവർ മോസ്റ്റ് പോയിന്റിലുള്ള സ്പീഡല്ലേ U. ആ U ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √5GR ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞാൽ റേഡിയസ് അല്ലേ? ഈ U എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √5GR, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √5GR ആയിരിക്കണം. എന്നാലേ നമ്മളിതിനെ വിട്ട് കഴിഞ്ഞാൽ ഈ താഴെയുള്ള പോയിന്റിലുള്ള ഈ സ്പീഡാണ് കിട്ടിയത്. ഈ സ്പീഡ്
ഈ യു എന്ന് പറഞ്ഞാൽ ആ സ്പീഡ് ലോവർ മോസ്റ്റ് പോയിന്റിലുള്ള ആ സ്പീഡ് ഫസ്റ്റ് നമ്മൾ ലോവർ മോസ്റ്റ് പോയിന്റിൽ നിന്നാണ് ഫസ്റ്റ് നമ്മൾ വിടുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെയുള്ള സ്പീഡ് √5GR √5GR ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ √5GR എന്നല്ല. അപ്പോൾ √5GR അല്ലെങ്കിൽ അതിൽ കൂടുതലോ √5GR അല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്പീഡ് ഇവിടെ വേണം. അത്രയും സ്പീഡ് ഉണ്ടെങ്കിലേ അത് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അത് സർക്കുലാർ പാത്ത് കംപ്ലീറ്റ് ആക്കും. ഇല്ലെങ്കിലോ ഇതിനേക്കാൾ സ്പീഡ് കുറവാണെങ്കിലോ ഈ √5GR കുറവാന്ന് വിചാരിച്ചോ. √5GR കുറവ് സ്പീഡേ ഇവിടെ ഉള്ളൂ, ലോവർ മോസ്റ്റ് പോയിന്റിലേ ഉള്ളൂ. ഇതിനേക്കാൾ കുറവ് സ്പീഡേ ഉള്ളൂ, √5GR കുറവാന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്നതോറും സ്പീഡ് കുറഞ്ഞ് ഒരു സ്ഥലത്തുമ്പോൾ സ്പീഡ് 0 ആയിട്ട് തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ, ലോവർ മോസ്റ്റ് പോയിന്റിൽ √5GR അതിൽ കൂടുതൽ സ്പീഡോ ഉണ്ടെങ്കിലേ √5GR അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്പീഡോ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഇങ്ങനെ കറങ്ങി വരും. ഓക്കെ, അപ്പോൾ √5GR എങ്കിലും വേണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണം. അതിൽ കുറവാണെങ്കിൽ കംപ്ലീറ്റ് ആക്കില്ല, പോയിട്ട് ഒരു പോയിന്റിൽ നിന്ന് പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് പിന്നെ തിരിച്ചു വരും, കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ മിനിമം എത്ര വേണം? √5GR വേണം. √5GR അതിൽ കൂടുതലോ വേണം. അപ്പോൾ മിനിമം എത്ര വേണം? √5GR വേണം. എവിടെ? ലോവർ മോസ്റ്റ് പോയിന്റിൽ. അപ്പം ലോവർ മോസ്റ്റ് പോയിന്റിൽ എത്ര സ്പീഡ് വേണം? √5GR അല്ലെങ്കിൽ കൂടുതലോ, മിനിമം √5GR സ്പീഡെങ്കിലും വേണം. ഇവിടെ വേണം, ലോവർ മോസ്റ്റ് പോയിന്റിൽ വേണം. എന്നാലേ സർക്കുലാർ മോഷൻ കംപ്ലീറ്റ് ആക്കാൻ അതിന് പറ്റൂ, വെർട്ടിക്കൽ സർക്കുലാർ മോഷൻ. ഓക്കെ, അപ്പോൾ മിനിമം സ്പീഡ് റിക്വയർഡ് അറ്റ് ലോവർ മോസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇങ്ങനെ എഴുതി കൂടെ, മിനിമം സ്പീഡ് റിക്വയർഡ് അറ്റ് ലോവർ മോസ്റ്റ് പോയിന്റ് ടു കംപ്ലീറ്റ് വെർട്ടിക്കൽ സർക്കുലാർ മോഷൻ. വെർട്ടിക്കൽ സർക്കിൾ എന്ന് എഴുതാം, വെർട്ടിക്കൽ സർക്കുലാർ മോഷൻ. ഇതിൽ കൂടുതലോ വേണം, മിനിമം ഇത്രയെങ്കിലും വേണം, ഇതിൽ കുറയാൻ പാടില്ല. ഇതിൽ കുറഞ്ഞാൽ കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ യു മിനിമം എത്രയാ? √5GR ഇത്ര സ്പീഡെങ്കിലും ലോവർ മോസ്റ്റ് പോയിന്റിൽ വേണം. അപ്പോൾ ലോവർ മോസ്റ്റ് പോയിന്റിൽ ഇത്ര സ്പീഡ് വേണം. ഇനി നമ്മൾ കംപ്ലീറ്റ് പറയാൻ പോകുന്നത് ഇത് വെച്ചിട്ടാണ്. ഇതിൽ കൂടുതലോ വേണം, നമ്മൾ മിനിമം വെച്ചിട്ട് പറഞ്ഞത് ഇത്രയെങ്കിലും വേണം, ലോവർ മോസ്റ്റ് പോയിന്റിൽ വേണം. ഇനി ലോവർ മോസ്റ്റ് പോയിന്റിൽ ഇത്രയുണ്ടെന്ന് വിചാരിച്ചോ. ലോവർ മോസ്റ്റ് പോയിന്റിൽ ഇത്രയുണ്ട്. അപ്പോൾ ഇത്ര സ്പീഡാണ് ലോവർ മോസ്റ്റ് പോയിന്റിൽ. അങ്ങനെയാണെങ്കിൽ ലോവർ മോസ്റ്റ് പോയിന്റിൽ ടെൻഷൻ എത്രയായിരിക്കും? ലോവർ മോസ്റ്റ് പോയിന്റിൽ യു മിനിമം ഞാൻ എഴുതുന്നില്ല, യു മിനിമം ഇവിടെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ യു തന്നെ എടുത്തത്. ഓക്കെ, യു ഈക്വൽ √5GR ഇത്രയെങ്കിലും വേണം എന്നാണ്. ഇതിൽ കൂടുതലോ വേണം. ലോവർ മോസ്റ്റ് പോയിന്റിൽ ഇത്ര സ്പീഡ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് കറങ്ങും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ലോവർ മോസ്റ്റ് പോയിന്റിൽ ഉണ്ടാകുന്ന ടെൻഷൻ കാണാൻ പോവാണ്. ലോവർ മോസ്റ്റ് പോയിന്റിലുള്ള ടെൻഷൻ അപ്പോൾ ടെൻഷൻ കാണേണ്ട ഫോമിൽ ഇതല്ലേ. ലോവർ മോസ്റ്റ് പോയിന്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് θ0. ലോവർ മോസ്റ്റ് പോയിന്റിൽ θ0 ആണ്. അങ്ങോട്ട് പോകുമ്പോൾ ഈ തീറ്റ കൂടി ഇവിടെ എത്തുമ്പോൾ നമ്മൾ പറഞ്ഞാൽ എത്ര ഡിഗ്രി ആവും എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആവും എന്ന് പറഞ്ഞു. ലോവർ മോസ്റ്റ് പോയിന്റിൽ അത് തുടങ്ങുന്നത്. അപ്പോൾ ലോവർ മോസ്റ്റ് പോയിന്റിൽ തീറ്റ എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത് കാണാൻ പോകുന്നത് ടെൻഷൻ അറ്റ് ലോവർ മോസ്റ്റ് പോയിന്റ്. അപ്പോൾ അറ്റ് ലോവർ മോസ്റ്റ് പോയിന്റിലുള്ള ടെൻഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടെൻഷൻ. അപ്പോൾ ലോവർ മോസ്റ്റ് പോയിന്റിൽ തീറ്റ എന്താണ്? ടെൻഷൻ കാണേണ്ട ഫോമിലല്ലേ ഇത്. ലോവർ മോസ്റ്റ് പോയിന്റിൽ തീറ്റ എന്താണ്? 0. അപ്പോൾ ടെൻഷൻ എന്ത് വരും? mg cos θ 0 അല്ലേ, പിന്നെ പ്ലസ് m ഇൻറ്റു u സ്ക്വയർ. കണ്ടോ, u സ്ക്വയർ. യു എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സ്പീഡ്, ലോവർ മോസ്റ്റ് പോയിന്റിലുള്ള സ്പീഡ്. അത് നമ്മൾ കണ്ടു, √5GR അതിൽ കൂടുതലോ, മിനിമം എത്ര വേണമെന്ന് പറഞ്ഞു? √5GR വേണം. അപ്പോൾ ലോവർ മോസ്റ്റ് പോയിന്റിൽ സ്പീഡ് എത്ര? നമ്മൾ ഇത് കൊടുക്കുക, √5GR. യുവിൻ്റെ സ്ക്വയർ ഉണ്ട്, സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് പോകും. അപ്പോൾ 5GR ഉണ്ടാവും, 5GR. ഓക്കെ, യു സ്ക്വയറിൻ്റെ സ്ക്വയർ ലോവർ മോസ്റ്റ് പോയിന്റിലെ സ്പീഡാണ്. മൈനസ് 2GR ഇൻറ്റു 1 - cos θ. തീറ്റ എന്താണെന്ന് പറഞ്ഞത്? θ0. ലോവർ മോസ്റ്റ് പോയിന്റിൽ θ0 ആണ്. cos 0 ഡിവൈഡ് ബൈ R ഓൾ ഡിവൈഡ് ബൈ R ഇങ്ങനെ കിട്ടി. അപ്പോൾ ടെൻഷൻ ഈക്വൽ ടു mg അല്ലേ ഉണ്ടാവും. cos 0 1 അല്ലേ, cos 0 1
പ്ലസ് ഇത് കോസ് 0 1 കോസ് 0 1 അപ്പോൾ 1 മൈനസ് 1 0. ഇപ്പോൾ ഇവിടെ 0 ആയി. 0 ഇൻറ്റു 2GR 0 ഇൻറ്റു 2GR എന്ന് പറയുമ്പോൾ 0. അപ്പോൾ ഈ ടേം മൊത്തം 0 ആവും. കാരണം ഇവിടെ 0 ആയതുകൊണ്ട് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൊത്തം 0 ആവും അല്ലേ. അപ്പോൾ ഇതേ ഉണ്ടാവും. അപ്പോൾ m ഇൻറ്റു 5GR പക്ഷെ ഓൾ ഡിവൈഡ് ബൈ ഒരു R ഉണ്ട് ബൈ R. അപ്പോൾ ഇത് 5mg പ്ലസ് mg 5mg പ്ലസ് mg എന്ന് പറയുമ്പോൾ 6mg. അപ്പോൾ ടെൻഷൻ 6mg. ഓക്കെ റെഡി. അപ്പോൾ ടെൻഷൻ 6mg ആണ് അറ്റ് ലോവർ മോസ്റ്റ് പോയിന്റ്. മിനിമം ടെൻഷൻ. അപ്പോൾ മിനിമം സ്പീഡാണ് ഇത് ലോവർ മോസ്റ്റ് പോയിന്റിലുള്ള. എന്തിനുള്ള മിനിമം സ്പീഡ്? ഇത്ര ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കണേ. ഇത്ര സ്പീഡെങ്കിലും ഉണ്ടെങ്കിൽ ഇത്ര സ്പീഡിലെങ്കിലും നമ്മൾ വിട്ടാലേ √5GR സ്പീഡിൽ അതും അതിൽ കൂടുതൽ സ്പീഡെങ്കിലും വിട്ടാലേ ഇത് ടോപ്പ് വരെ പോയി കംപ്ലീറ്റ് ആവും, കറങ്ങി വരൂ. ഓക്കെ, അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറവ് സ്പീഡാണെങ്കിൽ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കറങ്ങി ഇത് പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ സ്പീഡ് 0 ആയിട്ട് തിരിച്ചും വരും. ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ഇതിങ്ങനെ കറങ്ങി ഹയസ്റ്റ് പോയിന്റിലെത്തുമല്ലേ. ഹയസ്റ്റ് പോയിന്റിലുള്ള മിനിമം സ്പീഡ്, ഇത് ലോവസ്റ്റ് പോയിന്റിലുള്ള സ്പീഡ് √5GR. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ തീറ്റ എത്രയാണ്? ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ തീറ്റ 180 അല്ലേ. അപ്പോൾ സ്പീഡ് കാണാൻ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഫോമുല ഉണ്ടല്ലോ. അപ്പോൾ V = അപ്പോൾ അറ്റ് ഹയസ്റ്റ് പോയിൻ്റാണ് പറയുന്നത്. ഹയസ്റ്റ് പോയിന്റിലുള്ള മിനിമം സ്പീഡ്. അപ്പോൾ ലോവസ്റ്റ് പോയിന്റിൽ ഇത്ര മിനിമം സ്പീഡ് ഉണ്ടെങ്കിൽ ഹയസ്റ്റ് പോയിന്റ് വരെ എത്തി അത് കംപ്ലീറ്റ് ആവുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ലോവസ്റ്റ് പോയിന്റിലുള്ള മിനിമം സ്പീഡ് കൊടുത്താൽ ഹയസ്റ്റ് പോയിന്റിലുള്ള മിനിമം സ്പീഡ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പീഡ് √5GR ആണെന്ന് വിചാരിച്ചോ. √5GR ആണെങ്കിൽ എന്താ സംഭവിക്കുക? √5GR അതിൽ കൂടുതലാണെങ്കിൽ ഇത് ഫുള്ള് കറങ്ങി വരുന്നല്ലേ പറഞ്ഞ്. അപ്പോൾ √5GR ആണെങ്കിൽ അത് ഇവിടെ എത്തുമല്ലോ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴുള്ള സ്പീഡ് എത്രയായിരിക്കും? ഇവിടെ √5GR ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഇവിടെ √5GR കുറവാണെങ്കിലോ? ഇവിടെ √5GR കുറവാണെങ്കിൽ അത് അവിടെ എത്തൂല. കാരണം ഇവിടെ എങ്ങാനും പോയിട്ട് ഇങ്ങ് പോരുമല്ലോ. അപ്പോൾ ഇവിടെ √5GR ആണെങ്കിൽ കംപ്ലീറ്റ് ആവുമല്ലോ. അപ്പോൾ ഇവിടെ √5GR ആണെങ്കിൽ ഇവിടെ എത്തുമ്പോഴുള്ള സ്പീഡ് എത്ര? അതിനുള്ള ഫോമുല ഉണ്ടല്ലോ. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇവിടെ എത്തി, ഹയസ്റ്റ് പോയിന്റിലെത്തി. ഹയസ്റ്റ് പോയിന്റിലുള്ള സ്പീഡല്ലേ നമ്മൾ പറഞ്ഞത്. ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ തീറ്റ എത്രയാണ്? ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ തീറ്റ 180 അല്ലേ. അപ്പോൾ ഇതിൽ തീറ്റയ്ക്ക് 180 കൊടുത്താൽ തീറ്റയ്ക്ക് 180. അപ്പോൾ V = √u². U എവിടെയുള്ള സ്പീഡാണ്? U എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് പോയിന്റിലുള്ള സ്പീഡാണ്. അപ്പോൾ u². അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ 5GR റൂട്ട് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 5GR സ്ക്വയർ എടുത്തു. u² മൈനസ് 2GR ഇൻറ്റു 1 - cos തീറ്റ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എവിടുത്തെ സ്പീഡാണ് നമ്മൾ കാണുന്നത്? ഹയസ്റ്റ് പോയിന്റിലുള്ള സ്പീഡാണ്. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ തീറ്റ എന്താകും? 180 ഡിഗ്രി ആവും. തീറ്റ 180. അപ്പോൾ തീറ്റയ്ക്ക് 180 ഡിഗ്രി. അപ്പോൾ ഇതായിരിക്കും ഹയസ്റ്റ് പോയിന്റിലുള്ള സ്പീഡ് എത്തുമ്പോഴുള്ള മിനിമം സ്പീഡ്. അപ്പോൾ √5GR മൈനസ് 2GR ഇൻറ്റു ഇത് -1 അല്ലേ. അപ്പോൾ 1 - -1. അപ്പോൾ ഇത് 1 + 1 ആവും. 1 + 1 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പോൾ √5GR മൈനസ് 4GR വരും അല്ലേ. അപ്പോൾ ഇതെന്താവും? √GR ആവും. √GR ആയിരിക്കും ഹയസ്റ്റ് പോയിന്റിലുള്ള മിനിമം സ്പീഡ്. അപ്പോൾ ലോവസ്റ്റ് പോയിന്റിൽ √5GR ആണെങ്കിൽ ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ എത്രയാവും? √GR ആവും. അപ്പോൾ ലോവസ്റ്റ് പോയിന്റിൽ ഇതിൽ കൂടുതൽ വേണ്ടേ? അപ്പോൾ ലോവസ്റ്റ് പോയിന്റിൽ ഇതാണെങ്കിൽ ഹയസ്റ്റ് പോയിന്റിൽ √GR ആയിരിക്കും. ഇനി ലോവസ്റ്റ് പോയിന്റിൽ ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഹയസ്റ്റ് പോയിന്റിൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും. ലോവസ്റ്റ് പോയിന്റിൽ √5GR കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹയസ്റ്റ് പോയിന്റിൽ √GR അല്ല അതിനേക്കാൾ കൂടുതലായിരിക്കും. ഇനി ഇവിടെ √5GR ആണെങ്കിൽ ഇവിടെ √GR ആയിരിക്കും. ഇനി ഇവിടെ √5GR കുറവാണെങ്കിൽ പിന്നെ ഇതുണ്ടാവില്ല. കാരണം ഇത് ഹയസ്റ്റ് പോയിന്റ് ഇതിനേക്കാൾ കുറവാണെങ്കിൽ √5GR കുറവാണെങ്കിൽ ഹയസ്റ്റ് പോയിന്റിൽ എത്തൂലല്ലോ. ഓക്കെ, ഇനി ഞാൻ കാണാൻ പോകുന്നത് ഇവിടെ എത്തുമ്പോഴുള്ള സ്പീഡ്. അതായത് ലോവസ്റ്റ് പോയിന്റിൽ √5GR അപ്പോൾ കംപ്ലീറ്റ് ആവുമല്ലോ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴുള്ള സ്പീഡ്, ഈ മിഡ് പോയിന്റിൽ ഇവിടെ എത്തുമ്പോഴുള്ള സ്പീഡാണ് കാണുന്നത്. ഇവിടെ എത്തുമ്പോഴുള്ള സ്പീഡ് കാണുന്നു. അപ്പോൾ ഇവിടെ എത്തുന്ന നേരം തീറ്റ എന്താവും? തീറ്റ 90 ഡിഗ്രി ആവും അല്ലേ. അവിടെ എത്തുന്ന സമയത്ത് തീറ്റ 90 ഡിഗ്രി ആവും. അപ്പോൾ സ്പീഡിൻ്റെ ഫോമുല ഇതല്ലേ. സ്പീഡ് = √u². U എന്ന് പറയുന്നത് ഏതാ? ലോവസ്റ്റ് ഇല്ല, u². അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ 5GR. u² മൈനസ് 2GR ഇൻറ്റു 1 - cos തീറ്റ എത്രയാണ്? ഇവിടെ എത്തുമ്പോഴുള്ള കാര്യമല്ലേ പറഞ്ഞത് നമ്മൾ. ഇവിടെ എത്തുമ്പോഴുള്ള സ്പീഡാണ് നമ്മൾ പറഞ്ഞത്. അടുത്തുമ്പോഴുള്ള സ്പീഡ്
അപ്പോൾ തീറ്റ 90 ഡിഗ്രി ആവും. അപ്പോൾ കോസ് 90 ആവും. തീറ്റ 90 ആണ്. കോസ് 90 0 ആണ് അല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് 5GR മൈനസ് ഇത് 0 ആയി. അപ്പോൾ മൈനസ് 2GR ഇൻറ്റു 1 2GR. അപ്പോൾ വി ഈക്വൽ ടു റൂട്ട് ഓഫ് 3GR വരും. 3GR. അപ്പോൾ ഇവിടെ എത്തുമ്പോഴുള്ള മിനിമം സ്പീഡ് റൂട്ട് 3GR. റൂട്ട് 3GR. അപ്പോൾ ഇവിടെ റൂട്ട് 5GR ആണെങ്കിൽ ഇവിടെ റൂട്ട് 5GR ആണെങ്കിൽ ഇവിടെ റൂട്ട് 3GR. ഇവിടെ റൂട്ട് 3GR ആണെങ്കിൽ ഇവിടെ റൂട്ട് GR വരും. അപ്പോൾ ഇവിടെ റൂട്ട് 5GR, ഇവിടെ റൂട്ട് 3GR, ഇവിടെ റൂട്ട് GR. ഇനി ഇവിടെ റൂട്ട് 5GRനേക്കാൾ കൂടുതലാണെങ്കിൽ റൂട്ട് 5GRനേക്കാൾ കൂടുതലാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ റൂട്ട് 3GRനേക്കാൾ കൂടുതൽ, ഇവിടെ എത്തുമ്പോൾ റൂട്ട് GRനേക്കാൾ കൂടുതൽ ആ രൂപത്തിൽ വരും. ഓക്കെ. ഇനി ഒരു കാര്യം കൂടി ചെയ്യാം. ഈ പോയിന്റിലെത്തുമ്പോൾ സ്ട്രിങ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക? സ്ട്രിങ് ഇങ്ങനെയുണ്ട്. അപ്പോൾ സ്ട്രിങ്ങിലൂടെയാണ് ടെൻഷൻ ഉണ്ടാവുക അല്ലേ? സ്ട്രിങ്ങിലൂടെ ടെൻഷൻ. ആ ടെൻഷൻ ഒന്ന് കാണാം. ഇവിടെ എത്തുമ്പോൾ തീറ്റ 90 അല്ലേ? അപ്പോൾ ടെൻഷൻ്റെ ഫോമുല ഇതാണ്. ടെൻഷൻ്റെ ഫോമുലയിൽ തീറ്റക്ക് എന്ത് കൊടുത്തായി? 90. ഇവിടെ 90 കൊടുക്കുക, ഇവിടെ 90 കൊടുക്കുക, കൊടുത്തു നോക്കിയായി. അപ്പോൾ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ടെൻഷൻ കിട്ടും. വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ടെൻഷൻ എത്ര വരും? ടെൻഷൻ ഈക്വൽ ടു mg ഇൻറ്റു ഇവിടെ എത്തുമ്പോൾ തീറ്റ 90 അല്ലേ? അപ്പോൾ തീറ്റ 90. അപ്പോൾ കോസ് 90 പ്ലസ് എം ഇൻറ്റു യു സ്ക്വയർ. യു എത്രയാ? യു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്പീഡ്. യു റൂട്ട് 5GR ആണ്. അപ്പോൾ യു സ്ക്വയറാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ 5GR. ഇതിൻ്റെ സ്ക്വയറാണ്. മൈനസ് 2GR ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. തീറ്റ എത്രയാ? ഇവിടെ എത്തുമ്പോൾ കാര്യമല്ലേ പറയുന്നത്? ഇവിടെ എത്തുമ്പോൾ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷനാണ് കാണുന്നത്. അപ്പോൾ തീറ്റ 90 ആണ്. 90 ഡിവൈഡ് ബൈ 6. കോസ് 90 0. ഇവിടെ കോസ് 90 0. അപ്പോൾ 0 ഇൻറ്റു mg 0. അപ്പോൾ ഇത് മൊത്തം 0 ആവും. ബാക്കി ഉണ്ടാവുക എത്രയാ? m ഇൻറ്റു 5GR മൈനസ് ഇത് 0 ആയില്ലേ? അപ്പോൾ ഇവിടെ 2GR ഇൻറ്റു 1 2GR ഉണ്ടാവും. 2GR ഡിവൈഡ് ബൈ 6. അപ്പോൾ m ഇൻറ്റു 5GR മൈനസ് 2GR 3GR ഡിവൈഡ് ബൈ 6. അപ്പോൾ എത്ര വരും? 3mg വരും. അപ്പോൾ ടെൻഷൻ 3mg ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഇവിടെ ടെൻഷൻ നമ്മൾ കണ്ട ഓർമ്മയുണ്ടോ? ഇവിടെ 6mg. ഇവിടെ എത്തുമ്പോഴുള്ള ടെൻഷൻ 3mg. ഇവിടെ എത്തുമ്പോൾ 3mg. ഓക്കെ. അങ്ങനെ വരും. ഓക്കെ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതിലെല്ലാം കൂടി ഒരു കൺക്ലൂഷനിലെത്താം. അതായത് വെർട്ടിക്കൽ സർക്കിളിൽ ഇവിടെ റൂട്ട് 5GRO അതിൽ കൂടുതലോ സ്പീഡ് ഉണ്ടെങ്കിലേ ഇത് കംപ്ലീറ്റ് ആവും. റൂട്ട് 5GRനേക്കാൾ കുറവാണെങ്കിൽ എന്താവില്ല? ഈ മോഷൻ കംപ്ലീറ്റ് ആവില്ല. ഇവിടെ എത്തുമ്പം എത്ര സ്പീഡ് വേണം? റൂട്ട് 3GRO അതിൽ കൂടുതലോ വേണം. ഇവിടെ റൂട്ട് 5GR സ്പീഡ് ഉണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അത് സ്പീഡ് കുറഞ്ഞ് റൂട്ട് 3GR ആകും. ഓക്കെ. ഇവിടെ റൂട്ട് 5GRനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ ഇവിടെ റൂട്ട് 3GRനേക്കാൾ കൂടും. ഇവിടെ എത്തുമ്പോൾ സ്പീഡ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ റൂട്ട് GR ആയിരിക്കും. എന്നിട്ടത് കറങ്ങി വരും. ഓക്കെ. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഇത്ര സ്പീഡ് ഉണ്ടെങ്കിൽ ഇവിടെ ഇത്രയാവും. ഇവിടെ എത്തുമ്പോൾ അത് ഇത്രയാവും. ഇവിടെ റൂട്ട് 5GRനേക്കാൾ കൂടുമ്പോൾ ഇവിടെ റൂട്ട് 3GRനേക്കാൾ കൂടും. അപ്പോൾ ഇവിടെ റൂട്ട് GRനേക്കാൾ കൂടും. ഇവിടെ റൂട്ട് 5GRനേക്കാൾ കുറവാണെങ്കിലോ ഈ സ്പീഡിനേക്കാളും കുറവാണെങ്കിൽ മോഷൻ കംപ്ലീറ്റ് ആവില്ല. അതാണ് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് വരെ പോകുമ്പോഴത്തേക്ക് തന്നെ അടുത്തുമ്പോൾ സ്പീഡ് 0 ആയിട്ട് വരും. ഓക്കെ. ബാക്കി ഇതുമായിട്ട് റിലേറ്റഡ് ആയ കാര്യം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പറയാം, വെർട്ടിക്കൽ സർക്കുലർ മോഷൻ്റെ. ഓക്കെ. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി. അപ്പോൾ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ. ഓക്കെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി എല്ലാം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ. ഇനി ഇതിൽ ഈ ചാപ്റ്ററിൽ പറയാനുള്ള ഒരു കാര്യം ഫസ്റ്റ് പാർട്ടിൽ മുന്നേ പറയേണ്ടതായിരുന്നു, എന്നോട് വിട്ടുപോയതാണ്, ഇപ്പോൾ പറയാം. അതായത് ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം. ഇതിൽ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ
അതിൻ്റെ മുകളിലുള്ള ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് നമുക്ക് കൃത്യമായി പറഞ്ഞാൽ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അങ്ങനെയുള്ള ഇക്വിലിബ്രിയം നെറ്റ് ഫോഴ്സ് 0 ആണോ? ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ 3 ടൈപ്പാണ്. ഒന്ന് സ്റ്റാബിൾ ഇക്വിലിബ്രിയം. സ്റ്റാബിൾ ഇക്വിലിബ്രിയം. സ്റ്റാബിൾ ഇക്വിലിബ്രിയം. വേറൊന്ന് അൺസ്റ്റാബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റാബിൾ ഇക്വിലിബ്രിയം. ഓക്കെ. തേർഡ് വൺ ന്യൂട്രൽ ഇക്വിലിബ്രിയം. ന്യൂട്രൽ ഇക്വിലിബ്രിയം. സ്റ്റാബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റാബിൾ ഇക്വിലിബ്രിയം ആൻഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഒരു ഒബ്ജക്റ്റ് സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് എങ്ങനെയാണ് പറയാം? അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആവണം അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഇരിക്കും ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ഫോമുല പഠിച്ചില്ലേ? കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സ് ഈക്വൽ ടു മൈനസ് du/dx. യു ഉദ്ദേശിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതാണ്. ഇതായിരിക്കും കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സ് നെറ്റ് ഫോഴ്സ് എന്താവണം? 0 ആവണം. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് 0 ആണെന്ന് പറഞ്ഞാൽ അർത്ഥം du/dx 0 ആവണം. ഫോഴ്സ് 0 ആണെന്ന് പറഞ്ഞാൽ du/dx 0 ആണോ? അങ്ങനെയാണ് ഒബ്ജക്റ്റ് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഓർമ്മിച്ചാൽ ഫോഴ്സ് 0 ആണോ? ഫോഴ്സ് 0 ആണെന്ന് പറഞ്ഞാൽ du/dx 0 ആവണം. അപ്പോൾ ഏത് ഇക്വിലിബ്രിയം ആയാലും, അത് സ്റ്റാബിൾ ഇക്വിലിബ്രിയം ആയാലും അൺസ്റ്റാബിൾ ഇക്വിലിബ്രിയം ആയാലും ന്യൂട്രൽ ഇക്വിലിബ്രിയം ആയാലും ഇക്വിലിബ്രിയം ആണല്ലോ. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ du/dx. അപ്പോൾ ഏത് ടൈപ്പ് ഇക്വിലിബ്രിയം ആണെങ്കിലും du/dx എന്താണ്? ഫോഴ്സ് എന്താണ്? 0 ആണ്. ഓക്കെ. അതെല്ലാ ഇക്വിലിബ്രിയത്തിലും എഴുതാം. du/dx 0 എന്ന് എഴുതാം. കാരണം ഫോഴ്സ് 0 ആയാലേ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയൂ. ഓക്കെ. ഫോഴ്സ് 0 ആണെങ്കിൽ ഇത് 0 ആവണം. ഓക്കെ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് എപ്പോൾ പറയാം? ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇങ്ങനെ ഒരു ബൗൾ, ഇങ്ങനെ ഒരു സംഭവമായിരിക്കും. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ ഒരു ഒബ്ജക്റ്റ് വിചാരിക്കും. ഈ ഒബ്ജക്റ്റ് ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. അത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നെറ്റ് ഫോഴ്സ് 0. അപ്പോൾ അത് ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ. പക്ഷേ ഇതെപ്പോഴാണ് സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം? സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിനെ ചെറുതായിട്ട് ഇവിടുന്ന് ഈ പൊസിഷനിൽ നിന്ന്, ഇപ്പോൾ അത് ഇക്വിലിബ്രിയത്തിലാണുള്ളത്, ഇക്വിലിബ്രിയത്തിലാണ്. ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഇതിനെ ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുക. ഈ ഒബ്ജക്റ്റിനെ ചെറുതായിട്ടൊന്ന് മാറ്റുക. ഈ സ്ഥാനത്ത് നിന്ന് ചെറുതായിട്ടൊന്ന് മാറ്റുക. അതിനെ മാറ്റിയിട്ട് അങ്ങ് വിടുക, റിലീസ് ചെയ്യുക. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ നിന്ന്, ഇപ്പോൾ അത് ഇക്വിലിബ്രിയത്തിലാണുള്ളത്, ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അതിനെ സ്ലൈറ്റായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുക. അതിൻ്റെ സ്ഥാനം മാറ്റിയിട്ട് അങ്ങ് റിലീസ് ചെയ്യുക, വിട്ടേക്കുക. വിട്ട് കഴിഞ്ഞാൽ അത് ഈ പൊസിഷനിലേക്ക് തന്നെ ഇക്വിലിബ്രിയം പൊസിഷൻ, ആദ്യത്തെ പൊസിഷൻ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ നോക്കിക്കോ, ഇവിടുന്ന് സ്ലൈറ്റായിട്ടൊന്ന് അതിനെ മാറ്റി വിട്ടാൽ അത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരില്ലേ? അങ്ങനെയാണ് ഈ ഒബ്ജക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ അതിനെ ഇക്വിലിബ്രിയത്തിൽ നിന്ന്, അല്ലാതെ എവിടെ നിന്നെങ്കിലല്ല, ഇക്വിലിബ്രിയത്തിൽ നിന്ന്, ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, ഇക്വിലിബ്രിയത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുക, റിലീസ് ചെയ്യുക. അപ്പോൾ ആ ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ, ആദ്യത്തെ ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് ഇൻ സ്റ്റാബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ അതോ സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിലാണ്. ഇങ്ങനെ സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, ഏത് ഇക്വിലിബ്രിയത്തിലാണെങ്കിലും ഫോഴ്സ് 0 അല്ലേ? നെറ്റ് ഫോഴ്സ് 0 അല്ലേ? ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ അർത്ഥം du/dx 0. ഇപ്പോൾ സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ du/dx 0. ഈ പോയിൻറ്റ്സ് എല്ലാം ഓർമ്മിക്കുക. പിന്നെ സ്റ്റാബിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ du/dx 0. ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഈ ടേമിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതും, d²u/dx². എന്നാൽ ഈ du/dx ഇല്ലേ, ഈ കിട്ടിയ ഇതിനെ, ഈ സാധനത്തിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എഴുതുക, d²u/dx². ഇപ്പോൾ എക്സിനെ നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ എങ്ങനെയായി? ഇനി ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തായി? dx/dt എന്ന് എഴുതാം. dx/dt ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ്, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ചെയ്യുന്നത്, വിത്ത് റെസ്പെക്ട് ടു ടൈം. ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം, d²x/dt². ഇത് നിങ്ങൾ +2 പഠിക്കും. ഓക്കെ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതുക, d²x/dt². അപ്പോൾ ഇതിനെ
ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് ഫോഴ്സ് എന്തായിരിക്കണം? സീറോ. ഫോഴ്സ് സീറോ എന്ന് പറഞ്ഞാൽ ഡി യു ബൈ ഡി എക്സ് സീറോ. ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡി സ്ക്വയർ യു ഒന്നുകൂടി ഇങ്ങനെ എഴുതുക, ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ. അത് പോസിറ്റീവ് ആയിരിക്കും. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന് ഈ ടേം പോസിറ്റീവ് ആയിരിക്കും. പിന്നെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഈ പൊസിഷൻ അല്ലേ, ഓക്കെ, ലോവസ്റ്റ് പൊസിഷൻ അല്ലേ. ലോവസ്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് ഹൈറ്റിലേക്ക് പോകുമ്പോൾ അല്ലേ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കൂടി വരിക. അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് പൊസിഷൻ ആയിരിക്കും. അപ്പോൾ ലോവസ്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും. ഓക്കെ. ഇനി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിചാരിക്കും. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വിചാരിച്ചു, ഇതിൻ്റെ മുകളിലാണ് ഒബ്ജക്റ്റ് വെച്ചത്. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഇപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, റെസ്റ്റിലാണ്. അപ്പോൾ ഇവിടെ അത് റെസ്റ്റിലാണ്, ആദ്യം റെസ്റ്റിലാണ്, അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ ഇവിടെ അതിങ്ങനെ ഹയസ്റ്റ് പോയിന്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്, റെസ്റ്റിലാണ്. അപ്പോൾ അത് ഇക്വിലിബ്രിയത്തിലാണ്. ഇപ്പോൾ അത് ഇക്വിലിബ്രിയത്തിലാണ്. ഇനി എപ്പോഴാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ? അപ്പോൾ ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് അർത്ഥം എന്നാ? ഫോഴ്സ് സീറോ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡി യു ബൈ ഡി എക്സ്, അത് സീറോ. അതെല്ലാ കേസിലും സീറോ ആയിരിക്കും, ഡി യു ബൈ ഡി എക്സ്. ഓക്കെ. പിന്നെ അപ്പോൾ അത് ഈ ഒബ്ജക്റ്റ് ഇക്വിലിബ്രിയത്തിലാണ്, അത് റെസ്റ്റിലാണ്, അവിടെ നിൽക്കുകയാണ്. ഇനി അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് എപ്പോൾ പറയുക? ഇനി നിങ്ങൾ ചെറുതായിട്ട് ഇവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുക, അതിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സ്ഥാനത്തിനെ ഇവിടത്തേക്ക് കൊണ്ടുപോകുക. ചെറുതായിട്ടൊന്ന് സ്ഥാനം മാറ്റിയാൽ പിന്നെ അത് ആദ്യത്തെ അടുത്തേക്ക് തിരിച്ചു വരുമോ? ആദ്യത്തെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലേക്ക് അത് തിരിച്ചു വരുമോ? ഇല്ല. ഇവിടുന്ന് ചെറുതായിട്ട് ഒന്ന് ഡിസ്പ്ലേസ് ചെയ്തു, നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ സ്ഥാനം മാറ്റിയിട്ട് അങ്ങ് വിട്ടാൽ അതിങ്ങനെ അങ്ങ് പോകില്ലേ? അല്ലാണ്ട് ഇവിടത്തേക്ക് തിരിച്ചു വരുമോ? ഇല്ല. അപ്പോൾ ആ ഒബ്ജക്റ്റ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തിട്ട് വിട്ടാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാൻ ടെൻഡൻസി ഉണ്ടാവും, ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇവിടെ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ആദ്യം അത് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തു, വിട്ടു. അപ്പോൾ ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ ആദ്യത്തെ ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നില്ല. അപ്പോൾ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോൾ അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. ദെൻ ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഡി യു ബൈ ഡി എക്സ് സീറോ. പിന്നെ ഇനി ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അങ്ങനെ ചെയ്താൽ ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ. അങ്ങനെ ചെയ്താൽ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന് അത് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അത് ടോപ്പിലല്ലേ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ടോപ്പിലാകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. ഓക്കെ, റെഡി. ഇനി ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെയുള്ളൊരു സർഫസിൽ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഇപ്പോൾ എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്, അത് റെസ്റ്റിലാണ്, ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് ഫോഴ്സ് എന്താണ്? സീറോ. ഫോഴ്സ് സീറോ എന്ന് പറഞ്ഞാൽ ഡി യു ബൈ ഡി എക്സ് സീറോ. അപ്പോൾ ഇപ്പോൾ അത് ഇക്വിലിബ്രിയത്തിലാണ്. ഇതപ്പോൾ ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലാന്ന് പറയാം. ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ഥാനങ്ങൾ ഇതിപ്പോൾ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ അതിൻ്റെ സ്ഥാനം മാറ്റുക. ഇക്വിലിബ്രിയത്തിൽ നിന്ന് അതിൻ്റെ സ്ഥാനം മാറ്റുക. അപ്പോൾ ഇവിടെ എത്തി. ഇക്വിലിബ്രിയത്തിൽ നിന്ന് സ്ഥാനം മാറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി അവിടെ വെച്ചു. അങ്ങനെയാണെങ്കിലോ ഇവിടെയുള്ള ഒബ്ജക്റ്റ് പോയി അവിടെ നിന്നു. ഒന്നുമില്ല, ഇതിനെ നിങ്ങൾ ഇവിടുന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി. അപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് അവിടത്തേക്ക് കൊണ്ടുവച്ചാലോ അത് അവിടെ തന്നെ നിൽക്കും. എന്നാൽ ഇങ്ങോട്ട് ഇവിടെ കേസ് ഇവിടെ നിങ്ങൾ ചെറുങ്ങനെ മാറ്റിയിട്ട് വിട്ടാൽ ഇവിടത്തേക്ക് തിരിച്ചു വരും. ഇവിടെ ചെറുങ്ങനെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ വിട്ടു, അപ്പോൾ അങ്ങനെ തന്നെ അങ്ങ് പോയി. ഇവിടെയോ ചെറുങ്ങനെ ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ ഇവിടത്തേക്ക് വെച്ചു. അങ്ങനെയാണെങ്കിലോ അതിങ്ങോട്ട് തിരിച്ചു വരികയില്ല, അങ്ങോട്ട് പോവുകയില്ല. എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ പൊസിഷനിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അതിനെ മാറ്റിയിട്ട് എവിടെ വെച്ചോ പിന്നെ അത് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇവിടുന്ന് മാറ്റിയിട്ട് അവിടെ വെച്ചാൽ അവിടെ തന്നെ നിൽക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാനും ടെൻഡൻസി ഇല്ല, അങ്ങോട്ട് പോകാനും ടെൻഡൻസി ഇല്ല. എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ഇൻ ഡിസ്പ്ലേസ്ഡ് പൊസിഷൻ. ഈ ഡിസ്പ്ലേസ് ചെയ്ത നമ്മൾ സ്ഥാനം മാറ്റിയ ആ പൊസിഷനിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മാറ്റിയിട്ട് അവിടെ വെച്ചാൽ അവിടെ തന്നെ നിൽക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാനും ടെൻഡൻസി ഇല്ല, അങ്ങോട്ട് പോകാനും ടെൻഡൻസി ഇല്ല, അവിടെ തന്നെ നിൽക്കും. ഓക്കെ. ദെൻ ദ ഒബ്ജക്റ്റ് ഈസ് ഇൻ ന്യൂട്രൽ ഇക്വിലിബ്രിയം. ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിൽ ഡി യു ബൈ ഡി എക്സ് സീറോ ആയിരിക്കും. അതുപോലെ ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ അത് സീറോ ആയിരിക്കും. പിന്നെ പൊട്ടൻഷ്യൽ എനർജിയും സീറോ ആയിരിക്കും ഇൻ ന്യൂട്രൽ ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്റർ
ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കിതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, തിയറി പാർട്ട് കഴിഞ്ഞു. ഓക്കെ, ശരി.